പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിനു പിന്നിൽ CPM പ്രവർത്തകർ. ഒന്നാം പ്രതി നിഖിലേഷ് പെരുനാട് CITU പ്രവർത്തകനും 4ാം പ്രതി സുമിത്ത് DYFI പ്രവർത്തകനുമാണ്. DYFI മടുത്തുമുഴി യൂണിറ്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മിഥുൻ മധുവും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. FIRന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന പോലീസ് ഭാഷ്യത്തിനു പിന്നാലെ വ്യാജ പ്രചരണവുമായി CPM രംഗത്തെത്തിയിരുന്നു. RSS BJP സംഘമാണ് കൊല ചെയ്തതെന്ന് MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. BJPക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ജില്ലാ അധ്യക്ഷൻ VA സൂരജും വ്യക്തമാക്കി. കണ്ടെത്തിയ മാർഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം. സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ചുമട്ടു മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെയാണ് RSS BJP സംഘം മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMുമായിട്ടും DYFIയുമായിട്ടും ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളിയും തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും ചേരുന്നു. ആദ്യം മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, പത്തനംതിട്ട പെരുനാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിനു പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പ്രതിപട്ടികയിലുള്ള 3 പേരും CPM അംഗങ്ങളാണ്. അങ്ങനെ ഇരിക്കെയാണ് RSS BJP സംഘാംഗങ്ങളാണ് കൊലയ്ക്കു പിന്നിലെന്ന് CPM ജില്ലാ സെക്രട്ടറി അടക്കം ആരോപിച്ചത്. എന്തായാലും ഇത് വ്യാജ പ്രചരണമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഗൂഢലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു, ഈ വ്യാജ പ്രചരണത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതും, അല്ലേ? രോഹിണി, അങ്ങനെ തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് വ്യാജ പ്രചാരണങ്ങൾ നടന്നത്. ആദ്യം ജില്ലാ സെക്രട്ടറി ഇത് BJP RSS പ്രവർത്തകരാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ള ആരോപണവുമായി രംഗത്ത് വരുന്നു. തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയും ഇത് തന്നെ ആവർത്തിക്കുന്നു. വ്യാജ പ്രചാരണങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ച് പറയുമ്പോൾ ഇത് അങ്ങനെയല്ല, യാഥാർത്ഥ്യത്തിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇതിലെ ഒന്നാം പ്രതി നിഖിലേഷ് ഒരു CITUവിന്റെ ടിപ്പർ യൂണിയന്റെ പെരുന്നാട്ടിലെ മെമ്പറാണ്, സജീവ പ്രവർത്തകനാണ്. സുമിത്ത് മറ്റൊരു പ്രതി DYFIയുടെ സംഘടനാ ചുമതലയുള്ള ഭാരവാഹിയാണ്. മറ്റൊരു പ്രകൃതിയായ മിഥുൻ മധു മടത്തുമുഴി DYFIയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ്. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിലുള്ള ആളുകളെല്ലാം CPMന്റെ പോഷക സംഘടനകളുടെ സജീവ പ്രവർത്തകരായിരിക്കുമ്പോൾ, CPM പ്രവർത്തകരായി ഇരിക്കുമ്പോൾ അത് BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നതിനുള്ള ഗൂഢ നീക്കമാണ് സംസ്ഥാന വ്യാപകമായി നടത്തിയത് CPM. അതാണ് പൊളിഞ്ഞു വീഴുന്നത്. ഇതോടുകൂടി കഴിഞ്ഞ നാളുകളായിട്ട് ഈ മടത്തുമുഴി ഭാഗത്ത് യുവാക്കൾ തമ്മിൽ ചെറിയ സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. വാക്കുതർക്കങ്ങളും വാഗ്വാദനങ്ങളും പതിവായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ രാത്രി 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് യുവാക്കൾ ചേർതിരിഞ്ഞുള്ള ആക്രമണം നടത്തിയത്. ഈ സംഭവത്തിൽ ജിതിൻ ഷാജിയെ തടഞ്ഞു നിർച്ച് കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ മറ്റൊരു സംഘം. ഈ സംഭവമാണ് നേരെ BJPയുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകമാണ് ഇത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഗൂഢ നീക്കം ഈ സംഭവം നടന്ന തൊട്ട് പിന്നാലെ തന്നെ CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഈ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയും പിന്നീട് അദ്ദേഹം ആദ്യ പ്രതികരണം നടത്തിയത് ഇത് പിന്നിൽ BJP പ്രവർത്തകർ ആണ് എന്നുള്ളതായിരുന്നു. ഈ സംഭവത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളോ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളോ ഒന്നും കൃത്യമായി വ്യക്തമാകുന്നതിന് മുൻപേ തന്നെയായിരുന്നു CPM ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. നിലവിൽ 8 പ്രതികളാണ് കേസിൽ പ്രതിപട്ടികയിൽ ഉള്ളത്. അതിലെ ഒന്നാം പ്രതി നിഖിലേഷ്, 2ാം പ്രതി വിഷ്ണു, 3ാം പ്രതി സരൺ, 4ാം പ്രതി സുമിത്ത്, 5ാം പ്രതി മനീഷ്, 6ാം പ്രതി ആരോമൽ, 7ാം പ്രതി മിഥുൻ, 8ാം പ്രതി അഖിൽ. ഇതിൽ ഒന്നാം പ്രതി നിഖിലേഷിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ CPM അനുഭാവിയാണ്, സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുന്നു. BJPയുടെ മണ്ഡലം ഭാരവാഹികൾ ഇദ്ദേഹം സജീവ CITU പ്രവർത്തകനായിരുന്നു, ടിപ്പർ യൂണിയന്റെ മെമ്പറായിരുന്നു, യൂണിയൻ പ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ 5ാം പ്രതിയായിട്ടുള്ള 4ാം പ്രതിയായിട്ടുള്ള സുമിത്ത് ഇദ്ദേഹവും DYFIയുടെ സംഘടനാ ചുമതലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ BJPയുടെ പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും തെളിവുകൾ സഹിതം പറയുന്നു. ഇദ്ദേഹം നേരത്തെ ഷെയർ ചെയ്തിരിക്കുന്ന പാർട്ടിയുടെ പരിപാടികളുടെ DYFIയുടെ പരിപാടികളുടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഇദ്ദേഹം DYFIയുമായി ബന്ധപ്പെട്ട് സംഘടനാ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് വ്യക്തമാക്കുന്ന പോസ്റ്ററുകൾ, ബാനറുകൾ, മറ്റ് ചിത്രങ്ങൾ, സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം
7-ാം പ്രതി മിഥുനും ഈ CPM-ന്റെ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകരായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ചിത്രം ഡിവൈഎഫ്ഐയുടെ പോസ്റ്ററിൽ, ഭാരവാഹിത്വ പോസ്റ്ററിൽ പതിപ്പിച്ചിരിക്കുന്ന ചിത്രമടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരുന്നു. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ എല്ലാം CPM-ന്റെ സജീവ പ്രവർത്തകർ, CPM പോഷക സംഘടനകളുടെ സജീവ പ്രവർത്തകർ ആണെന്ന് ഇരിക്കെ അതിന്റെ കൃത്യമായ തെളിവുകൾ വരുന്നു എന്ന് കൃത്യമായി ബോധ്യമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം സംസ്ഥാന വ്യാപകമായി BJP പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന്, ഈ സംഭവത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി CPM സംസ്ഥാന നേതൃത്വത്തിൽ CPM സംസ്ഥാന നേതൃത്വം അതിനെ ചുവടുവെക്കുന്നു. മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇതോടെ CPM-ന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി അസന്നിഗ്ധമായി സ്ഥാപിക്കുകയാണ് ഇതിൽ RSS BJP പ്രവർത്തകരാണ് എന്നുള്ളത്. കൃത്യമായി FIR-ൽ പറയുന്നുണ്ട് പ്രതിപട്ടികയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന്, ഈ പ്രതികൾക്ക് CPM-ഉമായുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. എന്നിട്ടും ഇത്തരത്തിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നു, നിരുത്തരവാദപരമായ പ്രസ്താവന മാധ്യമങ്ങൾക്ക് മുൻപാകെ നടത്തുന്നു എന്നുള്ളതാണ്. രോഹിണി, ഈ കൊലപാതകം നടന്ന ഉടനെ തന്നെ, അതായത് പ്രതികൾ ആരെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ, പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നതിന് മുമ്പേ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്നത് അത് RSS BJP പ്രവർത്തകരാണ് ഈ കൃത്യം നടത്തിയത് എന്നാണ്. തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉറച്ചു പറയുകയായിരുന്നു, അതായത് ഉറപ്പിച്ചു പറയുകയായിരുന്നു ഇത് കൃത്യം നടത്തിയത് BJP RSS പ്രവർത്തകരാണെന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ കൃത്യം നടത്തുന്നതിന് പരിചയമുള്ളവരാണ് BJP RSS പ്രവർത്തകർ. അവർ തന്നെയാണ് ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത് കൊലപാതകം നടത്തുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. നമുക്കറിയാം, ഒരു കൊലപാതകം സംഭവിച്ചു കഴിഞ്ഞാൽ, അത് രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ അത് ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ ആ സംഘർഷം ഒഴിവാക്കുവാൻ പരമാവധി പരിശ്രമിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കേണ്ടവരാണ് ഈ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ CPM-ന്റെ സമുന്നതനായ നേതാവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് മറ്റൊരു പാർട്ടിയുടെ മേൽ ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ, അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകൾ ലഭിച്ചിട്ടില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ FIR-ലോ അത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നിരിക്കെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായത്. BJP RSS പ്രവർത്തകരാണ് ഈ കൃത്യം നടത്തിയത് എന്ന്. അതിന് ഉദാഹരണം കൂടി, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത്, അവിടെ ഈ പത്തനംതിട്ടയിൽ, അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് കൊലപാതകം നടന്ന സ്ഥലത്തെല്ലാം CPM-ൽ നിന്നും BJP-ൽ നിന്നും അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം CPM-ലേക്ക് വലിയ ഒഴുക്കാണ്, അതുകൊണ്ട് അതിൽ പ്രകോപിതരായിട്ടാണ് ഇത്തരത്തിൽ കൃത്യം നടത്തിയതെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ വസ്തുത അത് അല്ല എന്ന് പൊതുസമൂഹത്തിനറിയാം, മാധ്യമങ്ങളിലൂടെയെല്ലാം വന്നതാണ്. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിലടക്കം CPM-ൽ ഒരു വിഭാഗീയത ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്, ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലടക്കം വലിയ വിവാദങ്ങളും പൊട്ടിത്തെറികളും എല്ലാം പത്തനംതിട്ട കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തകർ പല മേഖലകളിൽ നിന്നും CPM-ൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഈ പറഞ്ഞ പഞ്ചായത്തിലടക്കം, അതോടൊപ്പം തന്നെ കൊലപാതകം നടന്ന സ്ഥലത്തടക്കം CPM തന്നെ രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അവിടുത്തെ പ്രാദേശിക BJP നേതാക്കളടക്കം പറയുന്നത്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ CPM-ൽ ഒരുപാട് പൊട്ടിത്തെറികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഈ പാർട്ടി പ്രവർത്തകർ അവിടെ നിന്ന് വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. പാർട്ടിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ അടക്കം സമീപനങ്ങൾ കൊണ്ട് അവിടെ നിന്ന് വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെ തങ്ങളുടെ കുറ്റം മറയ്ക്കുവാൻ വേണ്ടി ആരോപിക്കുന്നതാണെന്നാണ് BJP പറയുന്നത്. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കേണ്ട ഒരാളാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആ MV ഗോവിന്ദന്റെ ഭാഗത്ത് തന്നെയാണ് ഈ കൊലപാതകത്തിൽ അത് BJP-യുടെ തലയിലേക്ക് വെച്ച് കെട്ടുന്ന നിലയിലേക്ക് ചെന്നെത്തിയത് BJP ആണ് എന്ന് അസന്നിഗ്ധമായിട്ട് അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. BJP തന്നെയാണ് ഈ കൃത്യം നടത്തിയതെന്ന്. യാതൊരു ഉത്തരവാദിത്വമില്ലാതെ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പറയേണ്ട പരാമർശമല്ല, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട സമീപനമല്ല MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് വന്നതെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങളും. എന്തായാലും കൊലപാതകത്തിൽ FIR റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ CPM-ന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള വിവരങ്ങളും, അതായത് ഈ കൊലപാതകത്തിൽ ഏർപ്പെട്ട പ്രവർത്തകർ CPM-ന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തു. ജനം TV അത് പുറത്തുവിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും MV ഗോവിന്ദന്റെ പരാമർശം ചർച്ചയാക്കുകയും ചെയ്തത്. അബദ്ധജടിലമായ പരാമർശമാണ് MV ഗോവിന്ദൻ നടത്തിയെന്നാണ് വിമർശനം ഉണ്ടാകുന്നത്. ഈ
ഈ പരാമർശത്തിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോധപൂർവമായ ഒരു പ്രതികരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രശാന്ത്. എന്തായാലും പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെ. ഒന്നാം പ്രതി നിഖിലേഷ് പെരുന്നാട് CITU പ്രവർത്തകനും നാലാം പ്രതി സുമിത് DYFI പ്രവർത്തകനും. DYFI മടുത്തുമൊഴി യൂണിറ്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മിഥുൻ മധുവുമാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. എന്നിട്ടും ബോധപൂർവമായി ഇത് RSS BJP സംഘാംഗങ്ങളാണ് ചെയ്തത് എന്നാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ചു മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്.